ക്യാമറമാന്റെ മുഖം കാണിക്കാത്ത ഒന്നും ചെയ്യണ്ട. കണ്ണും പൂട്ടി വണ്ടിയും കാറും മേടിക്കുക, ഉപ്പാനും ഉമ്മാനും കയ്യും കാലും കെട്ടി വണ്ടിയിലിടുക. അവരൊരു ലോങ് ട്രിപ്പിനുണ്ട്. കുറേയൊന്നുമില്ലടാ, ആകെ 23 രാജ്യം. ഞാൻ ഒരു ഹിമാലയൻ ബൈക്ക് ഇറങ്ങിയ ടൈം മുതൽ ആഗ്രഹിച്ചിട്ട് 2021 മേടിച്ച്. അപ്പൊ മേടിക്കുമ്പോ അല്ല അത് മേടിച്ച് അത് വീട്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ല ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പൊ ഉപ്പക്കും ഉമ്മക്കൊക്കെ എന്തുണ്ട്, ബൈക്ക് കാർ മേടിച്ചു. അപ്പൊ അവരെ കൺവീൻസ് ചെയ്യണല്ലോ. അതായത് എനിക്ക് വാങ്ങാം, പൈസ എന്തെങ്കിലും ഒക്കെ ഞാൻ ഓക്കെയാണ്. പക്ഷെ അവരൊന്ന് കൺവീൻസ് ചെയ്യണല്ലോ. ഞാൻ ഇപ്പം ഇത് മേടിക്കാണ്, പ്രശ്നമൊന്നും ഇല്ല, നിങ്ങൾ ഇതാക്കണ്ട, ഞാൻ നോക്കി ഓടിച്ചോളാം, സ്പീഡിലൊന്നും പോകില്ല. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും മീൻസ് അവരൊന്ന് കൂളാക്കി നിർത്താൻ ഒന്നും ചെയ്യണ്ട. കണ്ണും പൂട്ടി വണ്ടിയും കാറും മേടിക്കുക, ഉപ്പാനും ഉമ്മാനും കയ്യും കാലും കെട്ടി വണ്ടിയിലിടുക. അവരൊരു ലോങ് ട്രിപ്പിനുണ്ട്. പിന്നെ പറയും മോനെ നീ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ. അതൊരു ഐഡിയ ആണ്. നമ്മൾ അവരെപ്പോഴും പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇതെന്താ യാത്ര, എന്താണ് ഒരു വണ്ടി വാങ്ങുന്ന ഉദ്ദേശം തിരിയാണ്. അവരെ ഫുൾ ടൈം വീട്ടിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അവരെ നമ്മൾ യാത്ര ഏൽപ്പിക്കണം. നമുക്കിപ്പോ ഒരു സാധനം വേണമെങ്കിൽ ഫസ്റ്റ് അവരെ കൊണ്ട് അത് ടേസ്റ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അവരും കൂടി അല്ല ഇതാണോ സാധനം എന്ന് നമ്മളിപ്പോ അറിഞ്ഞു വരും. ഞാൻ എന്റെ പാരന്റ്സിനെ ഞാൻ നാട്ടിലെ സമയത്തും അപ്പൊ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. മിനിമം ഒരു ഡെയിലി ഒരു വയനാടെങ്കിലും അവരെ കൊണ്ടുപോകണ്ടിരിക്കലുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയാം എന്താണ് യാത്ര. ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫീലിംഗ് വരണം. അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കാം ഓൻ ബൈക്ക് എടുത്ത് പോയി ആക്സിഡന്റ് ആയി പഠിച്ചവനെ അല്ല വിചാരിക്കുക. അങ്ങനെ അല്ലല്ലോ. യാത്ര എന്താന്ന് എല്ലാവരും മനസ്സിലേക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് ആ പാത വളരെ ഈസി ആയിരിക്കും.